മകളെ, യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് കൗരവ സൈന്യവും പാണ്ഡവ സൈന്യവും കുരുക്ഷേത്ര ഭൂമിയിൽ എത്തിച്ചേർന്നു. ഇരുവിഭാഗവും ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലങ്ങൾ നോക്കി സൈനിക താവളങ്ങൾ തീർത്തു. പാണ്ഡവപക്ഷത്ത് 7ഉം കൗരവപക്ഷത്ത് 11ഉം ചേർത്ത് 18 അക്ഷൗഹിണി സൈന്യമായിരുന്നു ഉണ്ടായിരുന്നത്. പാണ്ഡവരെ സഹായിക്കാമെന്ന വാഗ്ദാനവുമായി രുക്മി എന്ന രാജകുമാരൻ തൻ്റെ അക്ഷൗഹിണി സൈന്യവുമായി അവരെ സമീപിച്ചു. എന്നാൽ അയാളുടെ വീമ്പ് പറച്ചിൽ കേട്ട് അർജുനൻ അവരെ മടക്കി അയച്ചു. അയാൾ പിന്നീട് കൗരവരെ സഹായിക്കാൻ വേണ്ടി ചെന്നു. പക്ഷേ വമ്പ് പറച്ചിൽ കേട്ട് ദുര്യോധനനും രുക്മിയെ തിരിച്ചയച്ചു. ഇതേസമയം ധൃതരാഷ്ട്രർ രണഭൂമിയിലേക്ക് പോയ ദുര്യോധനൻ്റെ വിശേഷങ്ങൾ സഞ്ജയനോട് ചോദിച്ച് അറിയുകയായിരുന്നു. സഞ്ജയൻ പറഞ്ഞു, രാജാവേ, പാണ്ഡവർ ഹിരണ്യവതി നദിയുടെ തീരത്താണ് താവളമടിച്ചിട്ടുള്ളത്. അതിന് കുറച്ചടുത്തായി തന്നെ കൗരവരും താമസമാക്കിയിട്ടുണ്ട്. ദുര്യോധനൻ രാജാക്കന്മാർക്കെല്ലാം യോഗ്യമായ താവളങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. കർണൻ, ശകുനി, ദുശാസനൻ എന്നിവരുമായി എന്തോ ചർച്ച ചെയ്തിട്ട് ദുര്യോധനൻ ശകുനിയുടെ മകനായ ഉലൂകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉലൂക, നീയും നിന്റെ സഹോദരന്മാരും കൂടി പാണ്ഡവരുടെ താവളത്തിലെത്തണം. എന്നിട്ട് കൃഷ്ണൻ്റെ മുൻപിൽ വെച്ച് അർജുനനോട് ഇങ്ങനെ പറയണം: നീ നിന്റെ സഹോദരന്മാരോടും ശ്രീകൃഷ്ണനോടും ചേർന്ന് സഞ്ജയനോട് പറഞ്ഞയച്ച പൊങ്ങച്ചങ്ങളെല്ലാം അയാൾ ഞങ്ങളെ അറിയിച്ചു. അതൊക്കെ ചെയ്തു കാണിക്കാനുള്ള സമയം എത്തിയിരിക്കുന്നു. നീ യുധിഷ്ഠിരനോട് പറയണം, രാജാവേ, വലിയ ധർമ്മപരിപാലകൻ എന്ന് ഘോഷിക്കുന്ന നിങ്ങൾ ഇപ്പോൾ എന്തിനീ അധർമ്മത്തിന് കോപ്പുകൂട്ടുന്നു? ഉലൂക, എൻ്റെ പിതാവിനോട് നാരദ മഹർഷി പണ്ട് പറഞ്ഞ ഈ കഥ കൂടി നീ അവരോട് പറയണം. ഒരിക്കൽ ഒന്നിനും കെൽപ്പില്ലാത്ത ഒരു മാർജാരൻ ഗംഗാനദിയുടെ കരയിലെത്തി. അവൻ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റു മൃഗങ്ങളുടെ വിശ്വാസം നേടുവാൻ വേണ്ടി പറഞ്ഞു, ഞാൻ ധർമ്മം ദീക്ഷിച്ച് വ്രതമനുഷ്ഠിക്കുന്നു. ഇത് കുറച്ചുനാൾ അങ്ങനെ നീണ്ടുപോയപ്പോഴത്തേക്ക് നദിക്കരയിലുണ്ടായിരുന്ന പക്ഷികൾ ആ മാർജാരനെ വിശ്വസിച്ചു തുടങ്ങി. അതേപോലെ വീണ്ടും കുറച്ചുനാൾ കൂടി കഴിഞ്ഞപ്പോൾ നദീതീരത്തെ എലികളും അവനെ വിശ്വസിക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ എലികളുടെ കൂട്ടത്തിലുള്ള മുതിർന്നവരായ ചിലർ പറഞ്ഞു, താപസനായ ആ പൂച്ച നമ്മുടെ ഇടയിലുള്ള വയസ്സായതും ബാലന്മാരുമായ എലികളെ സംരക്ഷിക്കട്ടെ. അവർ എല്ലാവരും കൂടി ആ സന്യാസി പൂച്ചയുടെ മുന്നിലെത്തി പറഞ്ഞു, മഹാത്മൻ, ഇവിടെ തപസ്സനുഷ്ഠിക്കുന്ന അവിടുന്ന് ഞങ്ങളുടെ ഏതാഗ്രഹവും സാധിച്ചു തരുമെന്ന സുഹൃത്തും ഞങ്ങളുടെ ഏക ആശ്രയവുമാണ്. ഞങ്ങളെ അവിടുന്ന് തന്നെ സംരക്ഷിക്കണം. ഇത് കേട്ട് പൂച്ച പറഞ്ഞു, ഇവിടെ ഇരുന്ന് തപസ് ചെയ്യാനെത്തിയ എനിക്ക് നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുവാനൊന്നും കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ നിങ്ങളുടെ അപേക്ഷ തള്ളാനും പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യൂ, ഞാൻ തപസ് ചെയ്യുന്നതിനാൽ വലിയ ക്ഷീണിതനാണ്. ഒന്ന് നടക്കാൻ പോലും എനിക്കാവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വന്ന് എന്നെ ഗംഗാനദിയുടെ കരയിലേക്ക് കൊണ്ടുപോകണം. എലികൾ അത് സമ്മതിക്കുകയും അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. പൂച്ച തന്നെ സഹായിക്കാനെത്തുന്ന എലികളെ കൊന്നു തിന്നുവാൻ തുടങ്ങി. അതോടെ പൂച്ചയുടെ ശരീരം വണ്ണം വയ്ക്കുകയും എലികളുടെ എണ്ണം കുറയുകയും ചെയ്തുകൊണ്ടിരുന്നു. പൂച്ച തടിച്ചു കൊഴുത്ത് ശക്തനായി തീർന്നു. അപ്പോൾ എലികൾ കൂടി ആലോചിച്ചു, നമ്മുടെ സഹായിയായ പൂച്ചയുടെ ശക്തി നാൾക്കുനാൾ വർദ്ധിക്കുന്നു, എന്നാൽ നമ്മുടെ സംഖ്യ ദിനം പ്രതി കുറയുകയും ചെയ്യുന്നു. എന്തായിരിക്കാം ഇതിന് കാരണം? ആ മൂഷികരുടെ കൂട്ടത്തിൽ ഉള്ള കോലികൻ എന്ന വൃദ്ധനായ എലി പറഞ്ഞു, അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളെ സഹായിക്കാമെന്നേറ്റ ആ പൂച്ച അവൻ്റെ പുറംപൂച്ച് കാട്ടി നമ്മളെ വഞ്ചിക്കുകയായിരുന്നു. താപസർ കായ്കനികളും കിഴങ്ങുവർഗ്ഗങ്ങളുമാണ് കഴിക്കുന്നത്. അതിനാൽ അവരുടെ മലത്തിൽ രോമം കാണാൻ പറ്റില്ല. നിങ്ങൾ ആ മാർജാരനെ ഒന്ന് ശ്രദ്ധിച്ച്, അവൻ തടിച്ചുരുണ്ട് കൊഴുത്തിരിക്കുന്നു. അവൻ സഹായത്തിനെത്തുന്ന നമ്മുടെ കൂട്ടരെ കൊന്നു തിന്നുകയായിരുന്നു. 7-8 ദിവസങ്ങളായി നമ്മുടെ ഡിണ്ടികനെ കാണാനുമില്ല. എലികൾക്ക് ചതിവ് മനസ്സിലായി. അവർ വേഗം അവിടെ നിന്നും ദൂരേക്ക് ഓടിപ്പോയി. ഈ മാർജാരവ്രതമാണ് പാണ്ഡവർ അനുഷ്ഠിക്കുന്നത്. ഇത് നീ അവിടെ ചെന്ന് അർജുനനോട് പറയണം. അർജുനൻ വെറുമൊരു പൂച്ച സന്യാസിയാണ്. നീ ഒന്ന് പറയുന്നു, മറ്റൊന്ന് ചെയ്യുന്നു. എങ്കിലും നിന്റെ ബന്ധുക്കളുടെ ഇടയിൽ നീ വലിയ ഖ്യാതി നേടിയിരിക്കുന്നു. ലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വേദങ്ങൾ അഭ്യസിക്കുകയും വേദമന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്യുന്നു. എന്നിട്ട് അതിന് വിരുദ്ധമായി ക്ഷത്രിയധർമ്മം അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ അമ്മ എത്ര കാലമായി നിങ്ങളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്നു? യുദ്ധത്തിന് പുറപ്പെടാതെ
ആ മാതാവിൻ്റെ കണ്ണീരൊപ്പുവാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക. നീ ഒരിക്കൽ ഞങ്ങളോട് 5 ഗ്രാമത്തിന് വേണ്ടി ഭിക്ഷാപാത്രം നീട്ടിയില്ലേ? നീ ഘോഷിച്ച് നടക്കുന്ന നിന്റെ വീര്യം എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് അതും ഞാൻ തരാതിരുന്നത്. നിന്റെ ശൗര്യം എനിക്കൊന്നറിയണമല്ലോ. നിനക്ക് വേണ്ടിയാണ് ദുഷ്ടനായ വിതുരരെ ഞാൻ പുറത്താക്കിയത്. നിന്നെയും നിന്റെ സഹോദരന്മാരെയും അരക്കില്ലത്തിലിട്ട് ഞാൻ ചുട്ടുകൊല്ലാൻ നോക്കിയില്ലേ? അതോർത്തിട്ടെങ്കിലും ഒരല്പം പൗരുഷം കാണിക്ക്. കരുത്തിലും ജാതിയിലും നീ എനിക്ക് തുല്യനാണെന്നാണല്ലോ പറയുന്നത്. പിന്നെ എന്തിന് ആ യാദവനായ കൃഷ്ണനെ ഒപ്പം കൂട്ടി? ഉലൂക, എല്ലാവരുടെയും മുന്നിൽ വച്ച് നീ കൃഷ്ണനോട് പറയണം, സ്വന്തം രക്ഷയും പാണ്ഡവരുടെ രക്ഷയും നോക്കി നീ പൊരുതണം. കൗരവസഭയിൽ നീ ഒരു ഭീകര രൂപം കാണിച്ചല്ലോ, ആ രൂപം എടുത്തു തന്നെ വേണം നീ അർജുനനോട് ഒപ്പം യുദ്ധകളത്തിൽ വരാൻ. ചിലപ്പോൾ എൻ്റെ ആയുധധാരികളായ പടയാളികൾ ഭയന്നേക്കും. ഈ ചെപ്പടി വിദ്യകളൊന്നും വീരന്മാരുടെ മുന്നിൽ ചിലവാകില്ല. ഞങ്ങൾക്കും ചില വിദ്യകളൊക്കെ വശമുണ്ട്. പക്ഷേ നിൻ്റെ ഈ മായാവിദ്യകളൊന്നും കാണിച്ച് എതിരാളികളെ കീഴ്പ്പെടുത്താമെന്ന് കരുതരുത്. യുദ്ധകളത്തിൽ വെച്ച് കൗരവരെ മുഴുവൻ വധിച്ച് രാജ്യം പാണ്ഡവർക്ക് നേടിക്കൊടുക്കുമെന്നൊരു ശപഥം നീ ചെയ്തതായി സഞ്ജയമെന്ന് പറഞ്ഞു. അത് നിറവേറ്റാൻ പറ്റുമോ എന്നൊന്ന് നോക്ക്. തൻ്റെ പൗരുഷം ഞങ്ങൾ ഒന്ന് കാണട്ടെ. നീ വലിയ പുമാനാണെന്ന് പറഞ്ഞ് തലയിലേറ്റി നടക്കുന്ന ചിലരുണ്ടല്ലോ, അവരൊക്കെ വെറും നപുംസകങ്ങളാണ്. പുരുഷവേഷം കെട്ടി നടക്കുന്ന നപുംസകങ്ങൾ. കംസൻ്റെ വെറും ഒരു കാലിച്ചെറുക്കനായിരുന്ന നിന്നോട് പൊരുതാൻ എന്നെപ്പോലെ ഒരു രാജാവിന് അപമാനം തോന്നുന്നു. ഉലൂക, നീ ഭീമനോട് പറയണം, വെറും ഭക്ഷണക്കൊതിയനായ നീ കൗരവസഭയിൽ വെച്ച് ചെയ്ത പ്രതിജ്ഞ മറക്കരുത്. ദുശാസനൻ്റെ ചോര കുടിക്കുമെന്നോ ധൃതരാഷ്ട്രയുടെ മക്കളെയെല്ലാം കൊന്നുകളയുമെന്നോ ഒക്കെ ആയിരുന്നല്ലോ അത്. നിനക്ക് കരുത്തുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. നകുലനോടും സഹദേവനോടും പറയണം, നാളിതുവരെ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ സ്മരണയുണ്ടെങ്കിൽ, പാഞ്ചാലി ഒലിപ്പിച്ച കണ്ണുനീർ അവർ കാണുന്നുണ്ടെങ്കിൽ ഉറച്ചു നിന്ന് പൊരുതണം. അവർക്ക് യുധിഷ്ഠിരനോട് ഉള്ള സ്നേഹവും എന്നോടുള്ള വൈരാഗ്യവും പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസാന അവസരമാണിത്. ഉലൂക, നീ യുധിഷ്ഠിരനോട് പറയണം, ദ്രോണാചാര്യരോട് ഏറ്റുമുട്ടുമ്പോൾ കാര്യഗൗരവത്തോടെ വേണം ചെയ്യേണ്ടതെന്ന്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി മാത്രമേ യുദ്ധകളത്തിലേക്ക് വരാവൂ. വിരാടനെയും ദ്രുപദനെയും കണ്ടാൽ പാണ്ഡവർക്ക് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് നിന്ന് കൗരവരോട് യുദ്ധം ചെയ്യാൻ പറയണം. മഹാരഥനായ ഭീഷ്മർ നിന്നെ കാണുമ്പോൾ ഒരു സ്ത്രീയായി കരുതി വധിക്കുകയില്ലെന്ന് ശിഖണ്ഡിയെ കാണുമ്പോൾ നീയൊന്ന് അറിയിച്ചേക്കണം. ഒരു വലിയ അട്ടഹാസത്തോടെ ദുര്യോധനൻ പറഞ്ഞു, ഉലൂക, നീ അർജുനനോട് പറയണം, ഒന്നുകിൽ ഞങ്ങളെ തോൽപ്പിച്ച് നിങ്ങൾ രാജ്യം ഭരിക്കുക, അല്ലെങ്കിൽ പരാജയപ്പെട്ട് മരണമേറ്റുവാങ്ങി നീ മണ്ണിൽ കിടക്കേണ്ടി വരും. വീണ്ടും വീണ്ടും പാണ്ഡവരെ, പ്രത്യേകിച്ച് അർജുനനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അധിക്ഷേപിക്കുവാൻ ദുര്യോധനൻ ഉലൂകനോട് ആവശ്യപ്പെട്ടു. ഈ സന്ദേശവും പേറിക്കൊണ്ട് ഉലൂകൻ പാണ്ഡവ ശിബിരത്തിലേക്ക് പുറപ്പെട്ടു. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു, മഹാരാജാവേ, ഉലൂകൻ പാണ്ഡവരെ കണ്ട് ദുര്യോധനൻ്റെ സന്ദേശം അറിയിച്ചു. ഇത് കേട്ട് രോഷം പൂണ്ട പാണ്ഡവർ അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ഉലൂകനോട് പറഞ്ഞു, ഉലൂക, നീ വേഗം മടങ്ങിച്ചെന്ന് ദുര്യോധനോട് പറയണം, അയാൾ പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ സംഭവിക്കുമെന്ന്. കൗരവരുടെ മനസ്സിലിരിപ്പ് തിരിച്ചറിഞ്ഞ ഭീമസേനൻ രോഷത്തോടെ പറഞ്ഞു, ഉലൂക, നിങ്ങൾക്കൊപ്പമുള്ള ക്ഷത്രിയരോടും ദുഷ്ടന്മാരായ ശകുനി, ദുശാസനൻ, കർണൻ എന്നിവരോടും നീ പോയി പറയണം, ഞങ്ങളുടെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ്റെ പ്രീതിക്ക് വേണ്ടി കൗരവർ ചെയ്ത ദ്രോഹങ്ങളെല്ലാം ഞങ്ങൾ സഹിച്ചു. പക്ഷേ നന്ദിയില്ലാത്ത കൗരവർ ഞങ്ങൾ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ മനഃപൂർവ്വം മറന്നുകളഞ്ഞു. ധർമ്മം ആഗ്രഹിക്കുന്ന യുധിഷ്ഠിര മഹാരാജാവ് നിങ്ങളുമായി സാഹോദര്യത്തോടെ കഴിയണമെന്നാണ് ആഗ്രഹിച്ചത്. അതിനാണ് ശ്രീകൃഷ്ണനെ അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത്. ഈ ദുര്യോധനോട് പറയണം, നിന്റെ ആയുസ് അവസാനിക്കാൻ പോകുന്നു. നിന്റെ സഹോദരന്മാരെ ഞാൻ വധിക്കുമെന്ന് ശപഥം ചെയ്തിരുന്നു. നാളെ മുതൽ നിനക്കത് കാണാം. എൻ്റെ ശപഥം ഞാൻ നടപ്പാക്കുക തന്നെ ചെയ്യും. നിന്റെ അനുജൻ ദുശാസനൻ്റെ ചങ്കിലെ ചോര ഞാൻ മതിവരുവോളവും കുടിക്കും. നിങ്ങൾ ഭീഷ്മപിതാമഹനെയാണ് സർവ്വസൈന്യാധിപനാക്കിയതെന്ന് അറിഞ്ഞു. കുബേരനെയോ രുദ്രനെയോ തന്നെ മുന്നിൽ നിർത്തി നിങ്ങൾ യുദ്ധം ചെയ്താലും ക്ഷത്രിയ സദസ്സിൽ ഞാൻ ചെയ്ത ശപഥം നിറവേറ്റുക തന്നെ ചെയ്യും. അപ്പോൾ സഹദേവൻ ഉലൂകൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഉലൂക, നീ നിൻ്റെ അച്ഛനോട് പറയണം, അയാളാണ് ഇതിനെല്ലാം കാരണമെന്നും. നിങ്ങൾ ധൃതരാഷ്ട്രവുമായി ബന്ധമില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വൈരം ഉണ്ടാകുമായിരുന്നില്ല. കുരുവംശത്തെ മുച്ചൂടും സംഹരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉലൂക, നീ ഓർമ്മയിൽ വെച്ചു, യുദ്ധത്തിൽ ഞാൻ ആദ്യം വധിക്കുന്നത് നിന്നെയായിരിക്കും, പിന്നെ നിൻ്റെ അച്ഛനെയും. അപ്പോൾ അർജുനൻ ഭീമസേനോട് പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങയുടെ ശപഥത്തിൽ ഉൾപ്പെട്ട എല്ലാവരും മരിച്ചു കഴിഞ്ഞുവെന്ന് ഉറപ്പാക്കിയുള്ളൂ. ഉലൂകനെ നമ്മൾ എന്തിനു ശകാരിക്കണം? ദുര്യോധനൻ പറഞ്ഞു വിട്ടതെല്ലാം ഇവിടെ വന്ന് പറഞ്ഞ് വെറുമൊരു ദൂതനല്ലേ അയാൾ? അയാളെ എന്തിന്
വെറുതെ നാം ശകാരിക്കണം, അയാളെ വിട്ടേക്കൂ. അർജുനൻ, ധൃഷ്ടദ്യുമ്നൻ തുടങ്ങിയവരോട് പറഞ്ഞു. ദുര്യോധനൻ പറഞ്ഞയച്ചതെല്ലാം നിങ്ങൾ കേട്ടല്ലോ. കൃഷ്ണനെയും എന്നെയുമാണ് ഏറെ നിന്ദിച്ചത്. ഞങ്ങളോടുള്ള കൂറുകൊണ്ട് നിങ്ങളെല്ലാം കോപിഷ്ഠരായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെയും ശ്രീകൃഷ്ണൻ്റെയും പിൻബലം ഞങ്ങൾക്കുള്ളതിനാൽ ദുര്യോധനൻ്റെയും കൗരവരുടെയും വാക്കുകളെ ഞങ്ങൾ പരിഗണിക്കുന്നതേയില്ല. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ദുര്യോധനുള്ള മറുപടി ഞാൻ കൊടുക്കാം. അല്ലെങ്കിൽ ഗാന്ധീവം ഇതിനുള്ള ഉത്തരം യുദ്ധക്കളത്തിൽ പറഞ്ഞുകൊള്ളു. വാക്കുകൾ കൊണ്ട് മാത്രം മറുപടി പറയുന്നവൻ നട്ടല്ലില്ലാത്തവനാണ്, വെറും നപുംസകം. രാജാക്കന്മാർ പാർത്ഥൻ്റെ വാക്കുകളെ പ്രശംസിച്ചു. യുധിഷ്ഠിരൻ അവരെ ആദരിച്ച ശേഷം ഉലൂകനോട് പറഞ്ഞു, ഉലൂക, നീ നിൻ്റെ രാജാവായ ദുര്യോധനനോട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അറിയിക്കണം. അനുജ, നീ ചെയ്യുന്ന കർമ്മങ്ങൾ പാപഭംഗിലമാണ്. ഞങ്ങളോടുള്ള വിരോധം വിചാരിച്ച് വയോവൃദ്ധനായ ഭീഷ്മർ തുടങ്ങിയവരെയും ജീവിതം തുടങ്ങിയിട്ട് പോലുമില്ലാത്ത നിൻ്റെ മകൻ ലക്ഷ്മണനടക്കമുള്ള പിഞ്ചു ബാലന്മാരെയും നീ യുദ്ധമുഖത്തേക്ക് പറഞ്ഞു വിടരുത്. ആചാര്യന്മാരോട് ഞങ്ങൾക്ക് ബഹുമാനമാണുള്ളത്. യുവരക്തത്തോട് ഞങ്ങൾക്ക് വാത്സല്യമാണ്. സഹായികളാകുന്നവരുടെ ശക്തിയിൽ വിശ്വസിക്കാതിരിക്കുകയും സ്വന്തം ശക്തി തിരിച്ചറിയാതിരിക്കുകയും ചെയ്യുന്നത് യുദ്ധത്തിൽ പരാജയത്തിന് കാരണമാകും. അത് ഷണ്ഠത്വമാണ്. ശ്രീകൃഷ്ണൻ തൻ്റെ സന്ദേശം ഉലൂകനോട് പറഞ്ഞു. ദുര്യോധനനോട് ഇതെൻ്റെ സന്ദേശമായി ചെന്ന് പറയണം. നാളെ യുദ്ധഭൂമിയിലെത്തി സാമർഥ്യം തെളിയിക്കൂ. കാമ്പില്ലാത്ത സംഭാഷണങ്ങൾ വേണ്ട. ഞാൻ പാർത്ഥൻ്റെ സാരഥിയായിരിക്കുകയുള്ളൂ എന്ന് കരുതിയാണോ നീ ഇത്തരത്തിൽ ആരെയും ഭയമില്ല എന്നൊക്കെ തട്ടിവിടുന്നത്? എങ്കിൽ കരുതിക്കോളൂ, തൽക്കാലം യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആജ്ഞയെ പാലിച്ച് ഞാൻ അർജുനൻ്റെ സാരഥിയായിരിക്കുക മാത്രമേ ഉള്ളൂ. പക്ഷേ യുദ്ധത്തിൽ നിങ്ങൾ ആരും ബാക്കിയുണ്ടാകില്ല. എൻ്റെ രോഷാഗ്നിയിൽ എല്ലാം ഭസ്മമാകും. മാരുതിയുടെ ശപഥം വൃഥാവിലാകില്ല. നിങ്ങളെയെല്ലാം ഭീമൻ വധിച്ചിരിക്കും. നീ ഈ ത്രിലോകങ്ങളിൽ എവിടെ പോയി ഒളിച്ചാലും പാർത്ഥൻ്റെ രഥം നിൻ്റെ മുന്നിലുണ്ടാകും. ശ്രീകൃഷ്ണനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അർജുനൻ പറഞ്ഞു, യുദ്ധക്കളത്തിൽ ഉറച്ചു നിന്ന് ശത്രുവിനെ എതിർക്കുന്നവനാണ് പുരുഷൻ. സവ്യസാചിയായ അർജുനൻ നിന്റെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു, ഉലൂക, ഒരു പുഴുവിന് പോലും നാശമുണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ സഹോദരങ്ങളെ വധിക്കാനൊരുങ്ങും? 5 ഗ്രാമങ്ങളെങ്കിലും ചോദിച്ചത് ആ സമാധാനത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ പാണ്ഡവപക്ഷത്തുള്ള ഓരോ രാജാക്കന്മാരും അവരുടെ സന്ദേശങ്ങൾ ഉലൂകൻ വഴി ദുര്യോധനെ അറിയിക്കുവാൻ ഏൽപ്പിച്ചു. പാണ്ഡവരെ കാണുവാൻ വന്നപ്പോഴുള്ള ധൈര്യമെല്ലാം ഉലൂകനിൽ നിന്നും ചോർന്നു പോയിരുന്നു. അയാൾ കൗരവപാളയത്തിലേക്ക് മടങ്ങിപ്പോയി. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.